രാവിലെ എണീച്ച് വന്നപ്പോൾ ഇവിടെ ഒടുക്കത്തെ മഞ്ഞ്. ഇപ്പം സമയം ഏകദേശം 6:45, പക്ഷെ നല്ല മഞ്ഞുണ്ട്. സാധാരണ ഡിസംബറിലൊക്കെയാണ് ഇങ്ങനെ മഞ്ഞ്. ഇതിപ്പോൾ എന്താണോ ഇപ്പം പ്രകൃതിയുടെ ഓരോരോ വികൃതികളെ. എന്തായാലും നല്ല രസമുണ്ടല്ലേ കാണാൻ. ഞാനങ്ങനെ ബ്രഷ് എടുത്തുകൊണ്ട് പല്ല് കേൾക്കാനങ്ങ് ഇറങ്ങി. ഞാനത്ര മോർണിംഗ് പേഴ്സണൊന്നുമല്ല, പക്ഷേ ഇവിടെയാകുമ്പോൾ ഞാൻ നേരത്തെ എണീക്കാറുണ്ട്. ഞാൻ മാത്രമല്ല, ചായയൊക്കെ കുടിച്ച് എൻ്റെ അപ്പനും വേണ്ട ഇഞ്ചിൻ്റെ ഇടയിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. കീനായിട്ട് ഇങ്ങനെ വാച്ച് ചെയ്താലോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ കണ്ണിപ്പെടുള്ളൂ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഇലയിലത് കാണാനും പറ്റും. കഴിഞ്ഞ ദിവസം കുറച്ച് മുളക് തൈ കൊണ്ടുവന്നായിരുന്നു കേട്ടോ. അതായത് ഇന്നലെ. തൈകൾ ഇവിടെ അടുത്തുള്ള ഒരു നഴ്സറിയിൽ നിന്ന് തന്നെ വാങ്ങിയതാണ്. തൈകളുള്ള ട്രേ ഇങ്ങനെ മടക്കി ചാക്കിലാക്കിയിട്ടാണ് നമ്മളിത് സൈറ്റിലേക്ക് എത്തിച്ചത്. അപ്പം ഇത് നടലാണ് ഇന്നത്തെ പരിപാടി. തൈകൾ കൊണ്ടുവന്ന കൂട്ടത്തിൽ വേറൊരാളും കൂടി ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് റോസി. റോസി ഇവിടെ തൊട്ടപ്പുറത്തുള്ള ഒരു ഷെഡിലുള്ള കേട്ടോ. നോൺ വെജ് ഉള്ള ദിവസമാണെങ്കിൽ ആളിവിടെ വല്ലപ്പോഴും ഹാജരിടാറുണ്ട്. ഇന്നിപ്പോൾ നോൺ വെജ് ഇല്ല, എന്നിട്ടും റോസി ഇവിടെ എത്താൻ കാരണം ദേ ഈ മനുഷ്യനാണ്. അതെന്നാന്ന് വെച്ചാൽ പുള്ളിയുടെ പെറ്റാണ് റോസി. നമ്മൾ ഈ തൈ സൈറ്റിലേക്ക് കൊണ്ടുവന്നത് ബൈക്കിനാട്ടോ. 2 ചാക്കിലാക്കിയാണ് കൊണ്ടുവന്നത്. അപ്പോൾ പുള്ളിയും നമ്മുടെ കൂടെ വന്നായിരുന്നു. തിരിച്ചു പോരുന്ന വഴിക്ക് വഴിയിൽ നിന്ന് കൂടെ കൂടിയതാട്ടോ അവള്. കുറച്ച് നാൾ മുന്നേ വേറൊരു കൂട്ടം ഡോഗ്സൊക്കെ വന്ന് കടിച്ച് മുറിവൊക്കെ പറ്റി ആളിത്തിരി ക്ഷീണിതയായിരുന്നു. ഇപ്പോൾ ഉഷാറായി വരുന്നുണ്ട്. ആ ട്രേ ഇങ്ങനെ മടക്കി ചാക്കിലാക്കി കൊണ്ടുവന്നുകൊണ്ട് തൈയൊക്കെ ദൈ ഇങ്ങനെ ചാഞ്ഞാട്ടോ നിൽക്കുന്നത്. വളരെ കുറച്ച് തൈ മാത്രം ചതഞ്ഞു പോയിട്ടുണ്ട്. ചിലതൊക്കെ ദൈ ഇങ്ങനെ ട്രെയിൽ നിന്ന് ചാടിയും പോന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളത് ഞാനെടുത്ത് ചൂടോടെ അങ്ങ് നട്ടു. ഒരു 19 തൈയോളം എന്തായാലും പോയിട്ടുണ്ടാവും. ബാക്കിയുള്ളത് കിട്ടും. അപ്പം അത് നടാൻ വേണ്ടിയിട്ട് ഇന്ന് അക്കന്മാർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇന്നലെ തൈകൾ ചാഞ്ഞാണിരുന്നെങ്കിലും ഇന്നത്തെ അവസ്ഥ നേരെ തിരിച്ചായിരുന്നു കേട്ടോ. നീർന്നു കേട്ടോ. അത് നിവർന്നു കേട്ടോ. ഇന്നലെ കൊണ്ടുവച്ചുള്ളൂ. രാവിലെ ആയപ്പോഴത്തേനും നിവർന്നു. 7:45 ആയപ്പോഴത്തേനും അക്കന്മാർ വന്ന് പണിക്കിറങ്ങി. എവിടെ എങ്ങനെ നടണം എന്നൊക്കെ ഡാഡിക്കുള്ള അവർക്ക് പറഞ്ഞു കൊടുക്കും കേട്ടോ. ഇഞ്ചി കണ്ടത്തിന്റെ സൈഡിൽ കൂടിയാണ് തൈകൾ വെക്കുന്നത്. അതായത് ഓരോ കണ്ടത്തിലും 2 തൈ വീതം. ഇതൊരു ഇടവള പോലെ കേട്ടോ. ബീൻസ് വേണോ മുളക് വേണോ എന്നുള്ളൊരു സംശയത്തിലായിരുന്നു ഞങ്ങൾ. ഏറ്റവും അവസാനം ഞങ്ങൾ മുളകിലങ്ങ് ഉറപ്പിച്ചു. ഇഞ്ചി കണ്ടത്തിൻ്റെ ഇടയിൽ വരുന്ന ചാല്, അതായത് 4 ഇഞ്ചി കണ്ടത്തിൻ്റെ ഇടയിൽ വരുന്ന ചാലിലായിട്ട് നമ്മൾ വാഴയും വെച്ചിട്ടുണ്ട്. അപ്പം അത് മുളച്ച് വരുന്നതാണ് ഇത്. അക്കന്മാർ വേഗം വേഗം പണി തീർത്തങ്ങ് പോകുന്നുണ്ട്. ഇവിടെ ഉച്ചപ്പണിയാണ് കൂടുതലും. ഇവിടെ എങ്ങനെ ഇവർ പണിക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 7:30 ആകുമ്പോൾ വരും. എന്നിട്ട് 1 മണി വരെ പണിയും. അങ്ങനെ നമ്മൾ നനച്ചുകൊണ്ടിരുന്ന ഭാഗത്തേക്ക് അവർ എത്താറായി. ഇവരിവിടെ നടന്നതായതുകൊണ്ട് അവിടുത്തെ പൈപ്പ് ഓഫ് ആക്കണം. കാരണം അങ്ങോട്ടാണ് നനയ്ക്കാനുള്ള ഷിഫ്റ്റ് വെച്ചേക്കുന്നത്. അപ്പോൾ അത് മാറ്റി വെക്കണം. ഷിഫ്റ്റ് മാറ്റി കഴിഞ്ഞിട്ടുള്ള എൻ്റെ അടുത്ത പരിപാടി കുക്കറിൻ്റെ പിടി ടൈറ്റ് ആക്കുക എന്നുള്ളതായിരുന്നു. കുറച്ച് ദിവസമായി ഇതിൻ്റെ ഒരു ഇളക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇതങ്ങ് ടൈറ്റ് ആക്കാമെന്ന് വിചാരിച്ചു. ഈ കുക്കറിൽ ചോറ് വെക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈസി കേട്ടോ. പെട്ടെന്ന് പണി തീരും. പക്ഷേ ഈ അരി ഇടുമ്പം 4 വിസിലും കറക്റ്റ് നോക്കിയിരിക്കണം. അതാണൊരു പ്രശ്നം. 5-ാമത്തേൽ ചോറ് എന്തായാലും വെന്ത് പോയിട്ടുണ്ടാവും. കൊണ്ടുവന്ന തൈകളൊക്കെ ഏകദേശം നട്ട് തീരാറായി. തൈകൾ എന്തായാലും തികയുന്ന ലക്ഷണമില്ല. ഇനിയും വേണ്ടി വരും. ടോട്ടൽ 2000 തൈ ഉണ്ട്. അതിൽ ഒരു കൂട്ടം ബുള്ളറ്റ് എന്ന് പറഞ്ഞാലും പിന്നെ വേറെ സാധാ നമ്മുടെ മുളകും. അപ്പോൾ അതാണ് മേടിച്ചത്. പിന്നെ ഈ തൈ എടുക്കാൻ പോയ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തൊട്ടടുത്തുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടം വരെ വണ്ടി വിളിച്ച് പോകുക എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നഷ്ടക്കേസാണ്. അതുകൊണ്ടാണ് നമ്മൾ ബൈക്കിന് അങ്ങനെ കൊണ്ടുവന്നത്. അങ്ങനെ തൈകൾ നട്ട് ഏകദേശം ഇങ്ങനെ അറ്റത്തോളം എത്തി. ഇനിയിപ്പോൾ വളരെ കുറച്ചും കൂടിയുള്ളൂ നടാൻ. അത് കഴിഞ്ഞ് ഇത് മൊത്തം ഒന്ന് നനച്ച് തീർത്തിട്ട് ഞാനും ഡാഡിക്കുളും ഇവിടുന്ന് സ്ഥലം കലിയാക്കോട്ടോ. അങ്ങനെ പണിക്കാരൊക്കെ പോയി. ഇനിയിപ്പം ആ ട്രേ കുറച്ചെണ്ണം ബാക്കിയുണ്ട്. അതെടുത്തുകൊണ്ട് ഷെഡിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോവാം. നനച്ചും കൂടി കഴിഞ്ഞപ്പോഴത്തേനും ഇഞ്ചിൻ്റെ പാത്തി മൊത്തം വെള്ളമായി. അതുകൊണ്ട് നടക്കലൊക്കെ ഇത്തിരി സീനാണ്. ഈ തൈ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബൈക്കിന് പോകാനുള്ള വേറൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി വിളിച്ച് പോകുമ്പോൾ വലിയ പൈസ പറയും കേട്ടോ ഇവർ. അതായത് പരിചയമില്ലാത്ത ആൾക്കാരാണെങ്കിൽ വലിയ പൈസ പറയും വാടകയായിട്ട്. അപ്പോൾ അതും കൂടി ഉണ്ട് ബൈക്കിന് കൊണ്ടുവരാനുള്ള കാരണം. പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് പോവാം. അങ്ങനെ പരിപാടികളെല്ലാം കഴിഞ്ഞു. അങ്ങനെ ഷെഡും പൂട്ടി ഞാനും ഡാഡിക്കുള്ളിൽ ഇവിടെ നിന്ന് ഇറങ്ങാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഷെഡിൻ്റെ പരിപാടികളൊന്നും കംപ്ലീറ്റ് ആയിട്ട് തീർന്നിട്ടില്ല. ഇനിയുണ്ട് കുറച്ച് പണികൾ കൂടി. നമ്മുടെ സാധനങ്ങൾ ജസ്റ്റ് എടുത്ത് വെച്ച് സേഫായിട്ട് ഇരിക്കാൻ പാകത്തിനുള്ള രീതിയിലാണ് ഇപ്പം ആക്കിയിട്ടുള്ളത്. ഇന്നിപ്പോൾ ചേട്ടച്ചാറിൻ്റെ അടുത്തേക്ക് പോകണം. ഇത് നാളെ അവിടുന്ന് നാട്ടിലേക്ക്. ഗൈസ്, ഇതാണ് എൻ്റെ ഡാഡിക്കുള്. ഏറ്റവും പുറകിലിരിക്കുന്ന ആളാണ് ദാസപ്പൻ ചേട്ടൻ. പുള്ളിയാണ് റോസിൻ്റെ ഓണർ. ആളാണ് ഞങ്ങളെ ബസ് സ്റ്റാൻഡിലാക്കിയതും.
ബസ്സിൽ കയറി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഭയങ്കര ക്ഷീണം പിടിച്ചു. ചേട്ടച്ചാറിൻ്റെ അടുത്തേക്ക് എത്താൻ ഇനി ഇമ്മിണി ദൂരമുണ്ട്. ഒരു 6:30 ആയപ്പോഴത്തേനും ഞങ്ങൾ ചേട്ടച്ചാറിൻ്റെ അടുത്തെത്തി. ഇപ്പം ഞങ്ങൾ പുള്ളീനെ നോക്കി ഇവിടെ പോസ്റ്റ് അടിച്ച് നിൽപ്പാണ്. അങ്ങനെ കുറേ നേരം നോക്കി നിന്ന് ആളെത്തി. ആളുടെ ഒപ്പമുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ.